നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താറുടെ വാതിക്കലെ ഈ വിശുദ്ധ മണ്ണിൽ നിങ്ങൾ കാല് കുത്തുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ മകളെ കെട്ടിച്ചു തരണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ കെട്ടിച്ചു വിട്ട മക്കൾക്ക് കുഞ്ഞുങ്ങളെ നൽകണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് ജോലി തരണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. അമ്മേ, നീ പ്രത്യക്ഷപ്പെട്ട വിശുദ്ധമായ മണ്ണിൽ കാല് കുത്താൻ കഴിഞ്ഞപ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് നിന്നോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഈ കാലങ്ങളിൽ നിനക്ക് വേണ്ടി സാക്ഷിയാകാൻ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വന്നു നിറയണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. അഭിഷേകമായി വന്നിറയണമേ, ശക്തിയായി വന്നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഉയർത്തിയടിച്ചുകൊണ്ട് പുതിയൊരു ജനനം നൽകൂ പരിശുദ്ധാത്മാവേ. ആമേൻ. പുതിയൊരു ശക്തിയിൽ ഉണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നിങ്ങൾ കൃപാസനത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൊക്കെ ഒറ്റ ചിന്ത മാതൃകയുള്ളൂ. എന്താ? എങ്ങനെ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ കഴിയാം? ഞങ്ങൾ കർത്താവിൻ്റെ ദൃശ്യനെ പ്രാർത്ഥിക്കണ ഇതാണ്: കർത്താവേ, അങ്ങയുടെ മക്കളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന വചനങ്ങൾ നൽകണമേ, അതിന് പറ്റുന്ന സാക്ഷ്യങ്ങൾ നൽകണമേ എന്നാണ്. കാര്യം എല്ലാവർക്കും ഒരുപോലെയുള്ള വിശ്വാസമല്ലല്ലോ. ചിലരൊക്കെ മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ നിന്ന് പങ്കുപറ്റിയാണ് ചിലപ്പോൾ ദൈവത്തെ കാണാൻ വേണ്ടി ഇടയാക്കണത്. നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും. പ്രത്യാശ നമുക്ക് വിഷയമല്ല. കാര്യം വിശ്വാസം വർദ്ധിച്ച് കഴിയുമ്പോൾ അടയാളങ്ങൾ വരാൻ തുടങ്ങും. അപ്പോഴെന്ത് പറ്റും? ദൈവസ്നേഹം നിറയും. ദൈവസ്നേഹം നിറഞ്ഞാൽ പ്രത്യാശ താനേ ഉണ്ടാകും. ചില ആൾക്കാരൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കുന്നുണ്ടല്ലോ. എപ്പോഴായാലും കർത്താവ് തരും. പിന്നെ ഒരു ടൈം കഴിയുമ്പോൾ അവർ പറയും, കർത്താവ് തന്നില്ലേ കുഴപ്പമില്ല, കർത്താവിൻ്റെ ഇഷ്ടം നിറവേറിയാൽ മതി. അത് കൊടിയ ദൈവസ്നേഹത്തിലേക്ക് വരുമ്പോഴാണ്. ആദ്യമേ കുറേ ഞാനൊന്നും പറയത്തില്ല. കുഞ്ഞുങ്ങളെ കിട്ടത്തില്ലെങ്കിൽ പോലും ജോസഫച്ചൻ കയറി പറയത്തില്ല. എനിക്കറിയാൻ പറ്റും കിട്ടുമായില്ല എന്നുള്ളത്. മെസ്സേജ് എടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. കാര്യം ഞാൻ ഈ മെസ്സേജിൻ്റെ അകത്ത് എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായാൽ ഈ സ്ഥാപനം അടച്ചു പോകും. അതുകൊണ്ട് രാത്രിയും പകലും വിശുദ്ധീകരിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ തുടങ്ങിയാലല്ലോ, 10-30 കൊല്ലമായില്ലേ. ഞാൻ പറയും, കർത്താവേ, ജനങ്ങൾ വിശ്വസിക്കുന്നത് കർത്താവിൻ്റെ വചനത്തിലാണ്. അപ്പം ചില സമയത്ത് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ 10 പേര് വരുന്നു കുഞ്ഞുങ്ങളില്ലാത്തവർ. ആ 10 പേര് വരുമ്പോൾ 5 പേർക്ക് ചിലപ്പോൾ 2 പേർക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല ജീവിതകാലം മുഴുവനും. അതെനിക്കറിയാൻ പറ്റും. പക്ഷെ ഞാൻ പറയത്തില്ല. എന്താ കാര്യം? അതിന് സബ്സ്റ്റിറ്റ്യൂട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാത്തത്. അതിനെ 10 കുഞ്ഞുങ്ങൾ അവൾക്കുണ്ടാകുന്നതിനേക്കാളും അവിടെ ഹൃദയത്തെ ആന്തരികമായി അഭിഷേകം ചെയ്യാനുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ. എല്ലാത്തിനുണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. കുഞ്ഞിനെ വേണം, ദൈവത്തിനെ വേണമെന്ന് ചോദിക്കുമ്പോൾ ചില പെണ്ണുങ്ങൾ പറയും, ദൈവത്തിനെ കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്ന് പറയും. അവിടെ കടുത്ത് തീരുമാനമാകും.
ചിലർ പറയും കുഞ്ഞിനെ കിട്ടണം കിട്ടാത്തതൊക്കെ കർത്താവിൻ്റെ കാര്യമാണ്. എൻ്റെ കർത്താവ് എന്നിൽ നിന്ന് പിരിഞ്ഞു പോകരുത് അച്ഛാ, എനിക്ക് അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ക്രിസ്തീയതയിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ അഭിഷേകമാണ്. അതിൻ്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ച് നീക്കുമെന്ന് പറയണില്ലേ, ഇനിമേൽ മരണം ഉണ്ടാവത്തില്ലെന്ന് പറയത്തില്ലേ. വെളിപാടിൻ്റെ പുസ്തകം 21 നമ്മൾ വായിക്കണതില്ലേ, 21:4 തൊട്ടുള്ള വചനങ്ങളിൽ എന്താണ്? ഞാൻ അവിടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ച് മാറ്റും എന്ന് വെച്ചാൽ കണ്ണീര് രണ്ട് തരത്തിൽ തുടച്ച് മാറ്റാൻ പറ്റും. വീടില്ലാത്തവർക്ക് വീട് നൽകിക്കൊണ്ട് തുടച്ച് മാറ്റാൻ പറ്റും. വീടില്ലാത്തവരുടെ അങ്കലാപ്പുകൾ കർത്താവ് ആഗ്രഹിക്കുന്ന സമയം വരെ അതിൻ്റെ ആദിയും വ്യാധിയും പുകയും നിൻ്റെ ഹൃദയത്തെ അനുഭവിപ്പിക്കാതെ കർത്താവിന് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റും. അതിനാണ് അഭിഷേകം എന്ന് പറഞ്ഞത്. ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. അനുഗ്രഹം ഭൗതികമായ വിഷയമാണ്, അധികാരം കൃപയാണ്. തണ്ട അനുഗ്രഹം ഭൗതികമായ വിഷയമാണ്. ഒരു വീടില്ലാത്തവർക്ക് വീട്, ജോലിയില്ലാത്തവർക്ക് ജോലി, IELTS പാസ്സാവാത്തവർക്ക് എല്ലാ മൊഡ്യൂൾസിനും ഫുൾ മാർക്ക്, അത് അനുഗ്രഹമാണ്. ജോലിയില്ലാതെ വർഷങ്ങൾ നിന്നിട്ടും എഴുതിയ പരീക്ഷയെല്ലാം തോറ്റിട്ടും പിന്നെയും നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാവും. അത് കുഞ്ഞാടിൻ്റെ അഭിഷേകമാണ്. കൊല്ലപ്പെട്ടിട്ട് നിൽക്കും കുഞ്ഞാടെ നിന്നെ വാഴ്ത്തുമെന്ന് പറഞ്ഞില്ലേ ബൈബിൾ അവസാനം വരെ. എല്ലാ പീഡകളും എല്ലാ ഞെരുക്കിനും അനുഭവിച്ചിട്ട് ഈ ലോകത്തിൻ്റെ ഭീഷണികൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും മനസ്സടിപെടാതെ ദൈവത്തെ ഏറ്റുപറച്ചുകൊണ്ട് ഒരു നിപ്പുണ്ട്. വചനം എന്താ പറയണത്? ഞാൻ നിൻ്റെ ഇതാ സർപ്പങ്ങളുടെയും ഒന്ന് പറഞ്ഞേ, ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ട് നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. അധികാരമുണ്ട്, അനുഗ്രഹവുമുണ്ട്. അനുഗ്രഹം ഭൗതികമായ ഇടപെടലാണ് ദൈവത്തിൻ്റെ. അധികാരം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടിയില്ലെങ്കിലും അതിൻ്റെ ഇരട്ടി കിട്ടിയതുപോലെ ആന്തരികമായ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കൃപയുടെ അഭിഷേകമുണ്ട്. അത് ദൈവം തന്നെയാണ്. മറ്റൊരു ദൈവത്തിൻ്റെ ഫേവേഴ്സാണ്. രണ്ട് കാര്യങ്ങളാണ്. കൃപാസനത്തിൽ വരുമ്പോൾ മക്കൾ 6 കാര്യങ്ങൾ നിങ്ങൾ ഉടമ്പടിയിൽ എഴുതുന്നു. അച്ഛൻ അപ്പോഴും പ്രാർത്ഥിക്കും. എന്താ? ഒന്നാമത്തെ കാര്യം ജോലി, രണ്ടാമത്തെ കാര്യം വീട്, മൂന്നാമത്തെ കാര്യം കുഞ്ഞുങ്ങൾ, നാലാമത്തെ കാര്യം സ്ഥലം, അഞ്ചാമത്തെ കാര്യം പ്രൊമോഷൻ. അപ്പോഴും ഞാൻ പറയും, കർത്താവേ 6ാമത്തെ കാര്യമെങ്കിലും പരിശുദ്ധാത്മാവായിരിക്കണേ എന്ന്. എവിടെയാകാൻ 6ാമത്തെ കാര്യം ഒന്നുമില്ലെങ്കിൽ വഴിയെ പോണവൻ്റെ കാര്യങ്ങൾ എഴുതി വെക്കും. 6ാമത്തെ കാര്യമെങ്കിലും പരിശുദ്ധാത്മാവിന് കൊടുക്കണ്ടേ? ചില ആൾക്കാർ ഉടമ്പടി കൈ തരുമ്പോൾ തന്നെ കർത്താവെ പരിശുദ്ധാത്മാവ് നിറക്കണമെന്ന് എഴുതും. എന്നാൽ പിന്നെ ബാക്കി 5 കാര്യത്തിന് തീരുമാനമാകും. ആദ്യമേ ബുദ്ധിബോധമുള്ള ആൾക്കാർ ആദ്യമേ കയറും. ഇനിപോലെ കൃത്രിമമായിട്ട് എഴുതി വെക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ ആദ്യമേ ഉടമ്പടി പേപ്പർ കയ്യിലെടുക്കുമ്പോൾ ആദ്യമേ കർത്താവെ പരിശുദ്ധാത്മാവ് നിറക്കണമേ എന്ന് എഴുതാൻ തോന്നിപ്പോയാൽ നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തെത്തിയിരിക്കണമെന്ന് മനസ്സിലാകും. എന്താ കാര്യം വെച്ചാൽ ഈ കർത്താവ് പറഞ്ഞില്ലേ, ഈ വെള്ളം കുടിക്കണവന് ഇനിയും ദാഹിക്കും. 4:13 യോഹന്നാൻ്റെ സുവിശേഷത്തിലെ, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ഒരിക്കലും ദാഹിക്കത്തില്ല. ഞാൻ തരുന്ന വെള്ളം എന്താണ്? 63 ഉള്ള വെള്ളം എന്താണ്? ജീവിക്കണ ദൈവം, പരിശുദ്ധാത്മാവ്, ജീവൻ്റെ ജലം. ഈ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ ജോലി 5 കൊല്ലം കഴിഞ്ഞ് കിട്ടത്തുള്ളെങ്കിലും ഇവൻ 5 കൊല്ലം വരെ വിഷമടിക്കാതെയും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാതെയും വെള്ളമടിക്കാതെയും നിന്നുള്ളൂ. ഇപ്പം ചില പറയുന്നത് ദൈവത്തെ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം ഞാൻ കുഞ്ഞ് ഇറങ്ങിപ്പോയി, ഞാൻ പറഞ്ഞു മോളെ നിനക്ക് ഈ മെസ്സേജ് പ്രകാരം ജോലി കിട്ടാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ ഇവളവിടെ ഭയങ്കരമായി സങ്കടപ്പെട്ടു പോയി. അപ്പോൾ ഈ കൃപാസനം അൾത്താരയിലാണ് ഇപ്പം മെസ്സേജ് എടുക്കേണ്ടത്. നിങ്ങൾക്കറിയാമല്ലോ, സെക്കൻഡ് സ്റ്റെപ്പ് മെസ്സേജ് എടുക്കേണ്ടത് ഇവിടെ വെച്ചാണ്. ഞാൻ ഇവിടെ വെച്ച് മെസ്സേജ് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അമ്മയുടെ ഒരു ഗ്യാരണ്ടി നമുക്ക് കിട്ടും, പിന്നെ ബലിപീഠത്തിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടും. ഇവിടെ വെച്ച് മെസ്സേജ് എടുക്കുന്ന സ്ഥലമാണിത്. അപ്പോഴേ
തിരക്കുണ്ടാകും ചില സമയത്ത്. തിരക്ക് കൂടിപ്പോയാലും അമ്മയുടെ സാന്നിധ്യമുണ്ട്. അൾത്താറയിൽ ആണ് വെച്ചാൽ മെസ്സേജ് എടുക്കണത്. അപ്പോൾ എക്സ്പ്ലനേഷൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, ചെറിയ കരട് മിസ്റ്റേക്ക് ഉണ്ടായാലും നമുക്ക് റിസ്ക് ഇല്ല. എന്താ കാര്യം? കർത്താവ് കൈകാര്യം ചെയ്തോളൂ. ഇപ്പോൾ മെസ്സേജ് ഇപ്പോൾ എടുക്കേണ്ട പലർക്കും ആൾക്കാർക്കും മെസ്സേജ് എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഉടമ്പടി തന്നെ കൂടി അങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഉടമ്പടിയുടെ ഒരു ലക്ഷ്യമായിട്ട് അച്ഛനെ കാണുന്നത് വലിയ ഒരു വിഷയമായിട്ട് എടുക്കുന്നതാണ് നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം. ഉടമ്പടി തന്നെയാണ് ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ഉടമ്പടി കൊണ്ട് തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യും. നിങ്ങൾ അച്ഛനെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് എനിക്കത് എന്തുമാത്രം ആരോഗ്യപരമാണെന്ന് തോന്നണില്ല. അച്ഛനെ കാണുന്നത് എപ്പോഴാണ്? അട്ടർ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോഴാണ് കാണേണ്ടത്. ഒരു തീരുമാനം എടുക്കണം. 28 ലക്ഷം രൂപയൊക്കെയാണ് കൊടുക്കേണ്ടത്. 28 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ കിഡ്നി വരെ വെക്കേണ്ടി വരും. കൊടുത്താൽ ഗുണമുണ്ടോ എന്ന് അറിയണം. അതറിയേണ്ട കാര്യമാണത്, അല്ലേ? അതറിയേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു വിഷയം, ഒരു സന്നിഗ്ധാവസ്ഥ വരുമ്പോഴാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കൽപ്പിതമായിട്ടുള്ള പഴയ നിയമം മുതലുള്ള ദൈവികമായ മാർഗങ്ങളുണ്ട്. അതനുസരിച്ചാണ് വിഷൻ മെസ്സേജ്, ചാർട്ട് മെസ്സേജ്, ബിബ്ലിക്കൽ മെസ്സേജ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആണെങ്കിൽ സ്വപ്നങ്ങളിലൂടെയും കർത്താവ് സംസാരിക്കും. ദൈവം നമ്മോട് സംസാരിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ എളുപ്പമാവും. ദൈവം നിങ്ങളോട് സംസാരിക്കുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ കാര്യങ്ങൾ എളുപ്പമാവും. എന്താ കാര്യം? പിന്നെ നമ്മളെ ശ്രദ്ധിക്കും. കർത്താവ് സംസാരിക്കാനുള്ളതാണ്. ഇപ്പം ഞങ്ങൾ വീടൊക്കെ വെഞ്ചരിക്കാൻ ചെല്ലുമ്പോൾ ആൾക്കാർ എന്തെല്ലാം കൃത്യമായിട്ടാണ് വീടൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി ഭംഗിയാക്കി ഇടുന്നതല്ലേ? അതുപോലെ കർത്താവ് എന്നോട് സംസാരിക്കേണ്ടതാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ പിന്നെ പരമാവധി സുവിശേഷ വിഹിതമായി എന്നെ പുനഃക്രമീകരിക്കും. പക്ഷേ സുവിശേഷ വിഹിതമായി നിങ്ങളെ പുനഃക്രമീകരിക്കുമ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. അത് ഔട്ട് ഓഫ് ലവ് ചെയ്യണം. എങ്ങനെ? ദൈവത്തോടുള്ള സ്നേഹത്താൽ ചെയ്യണം. അല്ലെ കാര്യം കാണാൻ വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആവരുത്. പല വിശുദ്ധീകരണം വരണത് എങ്ങനെയാണെന്ന് അറിയാവോ? കാര്യം കാണാൻ വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇപ്പോൾ നിനക്ക് ജോലി IELTS പാസ്സായിരുന്നാൽ കുമ്പസാരിച്ചേക്കാം, വിശുദ്ധിയോട് ജീവിക്കാൻ, കുടുംബ പ്രാർത്ഥനയെ പങ്കെടുത്തേക്കാം എന്നൊക്കെ പറഞ്ഞാൽ എന്തിൻ്റെ IELTSൻ്റെ പരീക്ഷ വരാൻ പോണതുകൊണ്ടല്ല. കാര്യം കാണാൻ വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻ്റായിട്ട് വിശുദ്ധീകരണം വരുമ്പോഴെന്താ പറ്റണത്? ആ കാര്യം കണ്ടു കഴിയുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകും. അപ്പം നീ ദൈവത്തിന് പിടികൊടുക്കരുത്. നിനക്ക് പറ്റുന്ന അബദ്ധം അതാ. ഇപ്പം പലരും കാര്യം കാണാൻ വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻ്റായിട്ടാണ് വിശുദ്ധീകരണം വരണത്. മറിച്ച് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ വിശുദ്ധീകരണം വരണമെങ്കിൽ ഉടമ്പടി കുറച്ചുകൂടി എളുപ്പമാവും. ഇപ്പം കാര്യം കാണാൻ വേണ്ടിയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണെന്ന് പറയുമ്പോൾ ദൈവത്തിന് അറിയാൻ പറ്റും കാര്യം കണ്ടു കഴിഞ്ഞാൽ നീ പഴയ രീതിയിലേക്ക് പോകുമെന്ന്. അതാണ് ഈ പ്രശ്നം. ദൈവത്തിന് ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് പറയുന്നതാണ്, പോലീസിനും പട്ടാളത്തിനും പിടികൊടുക്കാം, പക്ഷേ ദൈവത്തിന് പിടികൊടുക്കരുത്. എന്താ കാര്യം? പോലീസും പട്ടാളമൊക്കെ പിടികൊടുത്താലും കേസായാലും ജാമ്യമായാലും. ഇപ്പോൾ എനിക്ക് കേസുണ്ട്. എനിക്ക് അറസ്റ്റ് വാറണ്ടൊക്കെ വന്നിട്ടുള്ളതാണ്. കരി വാറണ്ട് 3 വാറൊക്കെ വന്നിട്ടുള്ളതാണ്. എൻ്റെ വക്കീൽ പോയി കോടതിയിൽ നിന്ന് ജാമ്യമൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാർ പോയി പരിചയട്ടൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. സാമൂഹ്യ നീതിക്ക് വേണ്ടിയും സമരങ്ങൾ നടത്തുമ്പോൾ പല നിയമങ്ങളും അറിഞ്ഞോ അറിയാതെ ലംഘിച്ചു പോകും. ചില സമയത്ത് അതിൻ്റെ വലിയ കേസുണ്ട്, 3-4 കേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോടതിപ്പെട്ടാലും പോലീസിൻ്റെ അടുത്ത് പെട്ടാലും പട്ടാളത്തിൽ പെട്ടാലും നമുക്ക് കാലികമാണല്ല, റിലീവ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് പെട്ടാൽ കുഴപ്പമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് പിടികൊടുക്കരുതെന്ന് പറയാൻ കാര്യം. ദൈവത്തിൻ്റെ അടുത്ത് പെട്ടാൽ എന്താ പ്രശ്നം എന്നറിയാവോ? നിത്യവരെ പോകും. പോലീസും പട്ടാളവും നമ്മളൊക്കെ കുറച്ച് കഴിയുമ്പോൾ മരിച്ചു വിടുന്നു ഇല്ലേ? പോലീസും പട്ടാളമൊക്കെ കുറച്ച് കഴിയുമ്പോൾ, ആ ടൈം കഴിയുമ്പോൾ അത് മാറും. പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധം എന്താ? നിത്യതവരെയുള്ള ബന്ധമാണ്.